നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ ഈ ഓപ്ഷൻ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈൻ, കോൺക്രീറ്റ് ഫ്രെയിം ഡിസൈൻസ്, ഡിസ്പ്ലേ ഡിസൈൻ ഇൻഫോ ആണ് എടുക്കേണ്ടത്. അതിൽ ലോഞ്ചിറ്റ്യൂഡിനൽ ടോട്ടൽ ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സിംഗ് എടുത്താൽ നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സിംഗിന്റെ AST എത്രയാണെന്നുള്ളത് കിട്ടും. ഇനി ആഡ്സ് പ്രോ ആഡ്സ് പ്രോ യൂസ് ചെയ്യുമ്പോൾ ഒരു മെയിൻ പോയിന്റ് മനസ്സിൽ വെക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇടാബ്സ് ഫയലും ഒരു ഓട്ടോകാഡ് ഫയലും മാത്രമേ ഓപ്പൺ ആയിരിക്കാവുള്ളൂ. കാരണം അത് ആഡ്സ് പ്രോയിലേക്ക് ലിങ്ക് ചെയ്താണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. സോ ആഡ്സ് പ്രോ ഓപ്പൺ ചെയ്യുക. ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ ബീമിന്റെ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് എത്രയാണെന്നുള്ളത് ആദ്യമേ സെറ്റ് ചെയ്യുക. സോ ഇവിടെ സെറ്റിംഗ്സിൽ പോവുക. റൈറ്റ് സൈഡ് സെറ്റിംഗ്സ് ഉണ്ട്. സെറ്റിംഗ്സ് എടുക്കുക. സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് മാറ്റി കൊടുക്കുക. 40 ആണ് 40, 30 ആണ് 30, 25 അത് എത്ര എന്നുള്ളത് കൊടുക്കുക. ഞാനിപ്പോ 30 ആണ് കൊടുക്കുന്നത്. ഇനി ബീംസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് മെനുസ് കാണാം. ഫസ്റ്റ് FZ ബീം എന്ന് പറഞ്ഞിട്ടുള്ള മെനു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് സിംഗിൾ ആയിട്ട് ഒരു ബീമിന്റെ ഡിസൈൻ ഓക്കെ ആണോ, അവിടുത്തെ റീഇൻഫോഴ്സ്മെന്റ്സ് ഓക്കെ ആണോ എന്ന് അറിയാനുള്ള മെനു ആണ് ഇത് വരുന്നത്. ഇതിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വിഡ്ത്ത് ഓഫ് ബീം കൊടുക്കണം. അപ്പം നമ്മളിവിടെ വന്നിട്ട് നമ്മുടെ ബീമിന്റെ വിഡ്ത്ത് എത്രയാണെന്നുള്ളത് അറിയാം. ബീം ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 2540 ബീമാണ് എടുത്തിരിക്കുന്നത്. അപ്പം 2540 കൊടുക്കാം. 250, 400 നോമിനൽ കവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മൊമെന്റും ഷിയറും എത്രയാണെന്നുള്ളത് ഇട്ട് കൊടുക്കണം. മൊമെന്റും ഷിയറും എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് നമുക്ക് ഈ ഡിസ്പ്ലേ ഫ്രെയിംസ് ഓർ പിയർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഷോർട്ട് കട്ട് കീയും എടുക്കാം. അല്ലെങ്കിൽ ഡിസ്പ്ലേക്കകത്ത് പോയിട്ട് ഫോഴ്സ് സ്ട്രെസ് ഡയഗ്രാംസിനകത്ത് ഫ്രെയിംസ് പിയേഴ്സ് ഇതെടുക്കണം. കോമ്പിനേഷൻ കൊടുക്കുന്നത് എൻവലപ്പ് ആണ് കൊടുക്കുന്നത്. മൊമെന്റ് ടു ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ ഷിയർ ഫോഴ്സിന്റെ ഇത് കിട്ടും, മൊമെന്റ് ഡയഗ്രാംസ് കിട്ടും. ബീം ഒന്ന് ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യണം. ബീം റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേജർ ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ മാക്സിമം മൊമെന്റ് ഇവിടെ മാക്സിമം വരുന്നത് 19.17 ആണ്. ഷിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45.8 ആണ്. സോ ഞാനിവിടെ 46 ഇട്ടിട്ടുണ്ട്. ഷിയർ ഡയമീറ്റർ 2 ആണ്. ലെഗ് സ്റ്റിറപ്പിന്റെ ലെഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലെഗ് സ്റ്റിറപ്സ് ആണ് ഞാൻ കൊടുക്കുന്നത്. കംപ്രസീവിന്റെ അവിടെ 16 കൊടുക്കുന്നു. 2 ബാർസ് 16 തന്നെ. ഓക്കെ, ഇനി എക്സിക്യൂട്ട് എടുക്കാം. എക്സിക്യൂട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇതനുസരിച്ച് നമുക്കിപ്പോ 16 ബാർ വേണം. സോ ഞാൻ ഡയമീറ്റർ 12 ആക്കി കൊടുക്കുകയാണ്. 12 ആക്കി കൊടുക്കുമ്പോൾ കണ്ടോ, രണ്ട് ഇത് ടോപ്പ് ബാറും 212 മതി, ബോട്ടം ബാറും 212 മതി. ഒരു കാര്യം, നമുക്കിപ്പോ കുറച്ചു മുമ്പ് ഞാൻ 16 വേണ്ട എന്ന് പറഞ്ഞ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോഡ് അനുസരിച്ച് നമുക്കൊരു ബീം വന്നു കഴിഞ്ഞാൽ 2 ബാർ മിനിമം വേണം എന്നുള്ളതുണ്ട് കോഡിൽ. സോ അങ്ങനെയാണ് കൊടുക്കേണ്ടത്. 2 കോർണറിലും 2 മിനിമം വേണം. സോ അതുകൊണ്ട് 12 കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് 2 12ന്റെ ബാർ മുകളിൽ, 2 12ന്റെ ബാർ താഴെ. പിന്നെ സ്പേസിങ്, സ്റ്റിറപ്സിന്റെ സ്പേസിങ് ഇത് ഇവിടെ കിട്ടുന്നുണ്ട്. പ്രൊവൈഡിങ് സ്പേസിങ് ഓഫ് 230 mm വിത്ത് 8 mm ഡയാബാർ. അപ്പൊ സ്റ്റിറപ്പിന്റെ സ്പേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 230 ആണ് കൊടുക്കേണ്ടത്. ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് കാണാം. ഇത് ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു ബീമിന്റെ മൊമെന്റും ഷിയറും എടുത്ത് എന്താണ് ഡിസൈൻ വരുന്നത് എന്നുള്ളത് വെരിഫൈ ചെയ്ത് നോക്കാനാണ്. ഇനി സെക്കൻഡ് ഓപ്ഷൻ, ബീംസ് എടുക്കുമ്പോൾ തന്നെ യൂസിങ് ഇടാബ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പം വരുന്ന ഇന്റർഫേസ് ഇതാണ്. ഓക്കെ, സോ ഇതിപ്പോ നമുക്ക് ഇടാബ്സിന്ന് തന്നെ നമ്മളിപ്പം നോക്കി റൺ ചെയ്ത് വെച്ചിരുന്നല്ലോ, ആ എല്ലാ ബീംസിന്റെയും ഡീറ്റെയിൽസ് ഒരുമിച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള മെനു ആണത്. സോ ഇവിടെ റൺ ചെയ്തിട്ടിരിക്കുന്ന ഇതില് ഞാനിപ്പോ എനിക്ക് ഫസ്റ്റ് ഫ്ലോറിന്റെ അതായത് ടെറസ് ഫ്ലോറിന്റെ ബീം ഡീറ്റെയിൽസ് ആണ് വേണ്ടതെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ ടെറസ് ഫ്ലോറിന്റെ ബീംസ് സെലക്ട് ചെയ്യുക. ഫസ്റ്റ് ഫ്ലോർ ഗ്രൗണ്ട് ഫ്ലോറിന്റെ ബീംസും സെലക്ട് ചെയ്യുക. ഫുൾ ഗ്രൗണ്ട് ഫ്ലോറിന്റെ ബീമും മുകളിൽ പോയി ടെറസ് ഫ്ലോറിന്റെ ബീംസും ഫുള്ള് സെലക്ട് ചെയ്തതിന് ശേഷം ഒരു ഓട്ടോകാഡ് ഫയൽ ഓപ്പൺ ആക്കണം. പിന്നെ ആഡ്സ് പ്രോയിൽ വന്നിട്ട്
ഈ ഗ്രേ സ്പേസിൽ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ലോഡ് ഡേറ്റ ഫ്രം ഇടാബ്സ് മോഡൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ താഴെ കാണാം ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നും കൂടെ ആഡ്സ് കൊടുക്കുകയാണ്. എന്തോ എറർ കാണിക്കുന്നുണ്ട്. ഞാൻ ഒന്നും കൂടെ ഇത് ക്ലോസ് ചെയ്തിട്ട് ഫയൽസ് ഒന്നും കൂടെ ഓപ്പൺ ചെയ്യും. runs. ഓക്കെ, ഒന്നും കൂടെ ഒന്ന് ഇമ്പോർട്ട് ചെയ്യാൻ. ഓക്കെ, ഞാൻ ജസ്റ്റ് മെനൂസ് ഒന്ന് ഇത് ചെയ്ത് തരാം. എന്റെ ഇത് ആവുന്നു. ഓക്കെ, ഇതില് നമുക്കിപ്പം ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇമ്പോർട്ട് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഫുൾ ഡേറ്റാസ് വരും. അത് കഴിഞ്ഞിട്ട് നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റീഇൻഫോഴ്സ്മെന്റ് ഡീറ്റെയിൽസ് ഉണ്ട്. റീഇൻഫോഴ്സ്മെന്റ് ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് എത്രയുടെ റീഇൻഫോഴ്സ്മെന്റ്സ് ആണ് വേണ്ടതെന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പം ഒരു കുഞ്ഞു പ്രോജക്ട്സ് ഒക്കെ ആണെങ്കിൽ 12 തന്നെ മതി. നമ്മുടെ ഞാൻ എടുത്ത പോലത്തെ പ്രോജക്ട്സ് ആണെങ്കിൽ നമുക്ക് 12 തന്നെ മതി. അതല്ല കുറച്ചും കൂടെ വലിയ പ്രോജക്ട്സ് ആണെങ്കിൽ 16 കൊടുക്കാം. അതിൽ നിന്നും വലുതാണ് 20. അങ്ങനെ എത്രയാണ് പ്രോജക്റ്റിന്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് ഇവിടെ ബാർസ് ഡിസൈഡ് ചെയ്ത് ബാർ കൊടുക്കാൻ പറ്റും. ഈ മുകളിൽ കാണിച്ചിരിക്കുന്നത് ടോപ്പ് മെയിൻ ബാറും ബോട്ടം മെയിൻ ബാറും ആണ്. താഴെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ ബാർസ് ആണ് രണ്ടും. പിന്നെ പുതിയൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മിനിമം റീഇൻഫോഴ്സ്മെന്റ്സ് എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് ഈ മിനിമം റീഇൻഫോഴ്സ്മെന്റിന്റെ ഇത് ടിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മളിപ്പോ യൂസ് ചെയ്തിരിക്കുന്നത്, നമ്മൾ ഈ പ്രോജക്റ്റിന് യൂസ് ചെയ്തിരിക്കുന്നത് 250, 400 ആണ്. അതേപോലെ ഇപ്പം എനിക്ക് 300, 600 ഉണ്ടെന്ന് വെച്ചോ. അപ്പം രണ്ട് സൈസസ് ഇട്ടിട്ട്
ഒരു മിനിമം റീഇൻഫോഴ്സ്മെന്റിൽ താഴെ വരുന്നതല്ല, ഒരു 216 അത് ക്ലബ് ചെയ്ത് ഒരുമിച്ച് വരും. നമുക്ക് ഇങ്ങനെ അടിച്ചു വരത്തില്ല, ക്ലബ് ചെയ്ത് ഒരേപോലെ ഒരുമിച്ച് വരാനുള്ള ഒരു ഇതുകൂടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു ഫയലും കൂടെ എടുത്ത് നോക്കട്ടെ, വരുന്നുണ്ട്. ഇത് റൺ ചെയ്തിട്ടിരിക്കുന്ന മോഡൽ ഇത് വരും. ഓക്കെ, അപ്പം നമ്മൾ അതിൽ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഫസ്റ്റ് ഫ്ലോർ ആണ് കിട്ടേണ്ടെങ്കിൽ ഞാൻ ടെറസും സെലക്ട് ചെയ്യും, ഫസ്റ്റും ഗ്രൗണ്ട് ഫ്ലോറും സെലക്ട് ചെയ്ത് കൊടുക്കും. ആ 3 ഫ്ലോർസ് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ലോഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടും. അതായത് ഫസ്റ്റ് ഫ്ലോർ ഉണ്ട്, ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ട്, റീറ്റെയിനിങ് വാൾ എന്ന് പറഞ്ഞ് ഇതിനകത്തൊരു ലെവലുണ്ട്, അതുകൊണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഫ്ലോർ ആണ് വേണ്ടെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിന്റെ അവിടെ കൊണ്ടുപോയി റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കൺവേർട്ട് ഡേറ്റ കൊടുക്കണം. കൺവേർട്ട് ഡേറ്റ കൊടുക്കുന്നതിന് മുന്നേ റീഇൻഫോഴ്സ്മെന്റ്സിൽ പോയി എത്രയാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പം 20യുടെ 3 ടോപ്പും ബോട്ടവും വേണമെന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. എനിക്ക് എക്സ്ട്രാ ബാർസ് വേണ്ടത് 16ന്റെ 3 വെച്ചിട്ട്, മാക്സിമം 16ന്റെ 3 വെച്ചിട്ട് വരാന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി മിനിമം റീഇൻഫോഴ്സ്മെന്റ് കറക്ഷൻ ഓപ്ഷൻ ഞാൻ കൊടുത്തിട്ട് 250 ഇതിൻ്റെ വന്നത് 300/500, 300 വിഡ്ത്തും 500 ഡെപ്തും 300 വിഡ്ത്തും 700 ഡെപ്തും ആണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് മിനിമം ഒരു 260 220 അല്ല 216 തന്നെ കൊടുക്കും, കിട്ടുമെന്ന് പറയും. 216 കൊടുക്കുക, ക്ലോസ് കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ ഇവിടെ ചെന്ന് കൺവേർട്ട് ഡാറ്റ കൊടുക്കുക. കൺവേർട്ട് ഡാറ്റ കൊടുക്കുമ്പോൾ നമുക്ക് താഴെ ലെഫ്റ്റ് കോർണറിൽ കാണാൻ പറ്റും ലോഡ് ആവുന്നത്. നമ്മുടെ എല്ലാ ബീം മെമ്പേഴ്സും ലോഡായി വന്നിട്ടുണ്ട്. ഇനി അതിന്റെ ഡീറ്റെയിലിംഗ് ചെയ്യുവാണ്. ഇതില് നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ടേബിൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് ബീം ആണെന്നുള്ള അറിയാൻ പറ്റും. ഇപ്പൊ ഞാൻ ഈ B55, B56, 57 സെലക്ട് ചെയ്തപ്പോ താഴത്തെ ഒരു ബീം യെല്ലോ കളറ്, അതേപോലെ B1, B35, 36 സെലക്ട് ചെയ്തപ്പോ ഇത്, അങ്ങനെ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടും നമുക്ക് അടിച്ചെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെയും എടുക്കാൻ പറ്റും. ഇതിപ്പം ടോട്ടൽ വരുന്ന എങ്ങനെയെന്ന് കാണിക്കാം. കൺവേർട്ട് ഡേറ്റ കൊടുത്തു. അടുത്ത കൊടുക്കേണ്ട ഡ്രോയിങ് ക്യാഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഡ്രോയിങ് ക്യാഡ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മളൊരു ക്യാഡ് ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവുമല്ലോ, അവിടെ ഈ പ്ലസ് സൈൻ വരും, കഴ്സർ മാറി ഇങ്ങനെ ആവും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, ഡീറ്റെയിലിംഗ് ചെയ്ത് വരാൻ സ്റ്റാർട്ട് ചെയ്യും. ഇത് എത്ര പ്രോഗ്രസ് ആയി എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡ്രോയിങ് ബീം 1/23 എന്നുള്ളത് എഴുതി, ആ കമാൻഡ് ടൈപ്പ് കമാൻഡ് എന്ന് പറഞ്ഞ ബോക്സിനകത്ത് എത്ര ബീംസ് കംപ്ലീറ്റ് ആയി എന്നുള്ളത് എഴുതി കാണിച്ചു ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കും.
അതേപോലെ ഇപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ അഡ്ജസ്റ്റന്റ് ആയിട്ട് എനിക്കൊരു 300 500 വരുന്നുണ്ട്, ഒരു 300 900 ബീമും വരുന്നുണ്ട്. സോ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ആ ഡെപ്ത് തന്നെത്താനെ അഡ്ജസ്റ്റ് ആയി ആണ് അത് വരച്ചു വരുന്നത്. അതേപോലെ ഈ 300 500 300 700 എനിക്ക് വന്നിട്ടുണ്ട്. അപ്പം ഇവിടുന്ന് കുറഞ്ഞു വരും, അത് കഴിഞ്ഞ് ഡെപ്ത് കൂടി 200 കൂടെ ഡെപ്ത് കൂടി വരും, അത് കഴിഞ്ഞ് വീണ്ടും അത് 300 500 ആവണം. അപ്പൊ ഡെപ്ത് കുറഞ്ഞ് തന്നെ വരച്ചു വരും. ഓക്കെ, സോ എല്ലാ ബീംസും കംപ്ലീറ്റ് ആവുമ്പോൾ നമുക്ക് ഡ്രോയിങ് ഫിനിഷ്ഡ് എന്നും പറഞ്ഞിട്ട് ഒരു പോപ്പപ്പ് വരും. ഓക്കെ, ഇനി ഇതിപ്പോ നമുക്ക് ക്രോസ് സെക്ഷൻസ് ആണ് കിട്ടിയത്. ഈ ക്രോസ് സെക്ഷൻസ് എവിടെയാണ് വരുന്നത്, ബിൽഡിങ്ങിലെ ഈ ലേ ഔട്ടിൽ എവിടെയാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഡ്രോയിങ് ലേ ഔട്ട് എടുക്കണം. അതിന് ഓപ്ഷൻ ഡ്രോ ലേ ഔട്ട് ഇൻ CAD എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പം ഗ്രിഡ്സ് വേണോ എന്ന് പറഞ്ഞിട്ട് വരും. ഗ്രിഡ് ഇപ്പൊ തൽക്കാലം ഞാൻ കൊടുക്കുന്നില്ല. ഡ്രോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സെയിം നമ്മൾ ഓട്ടോകാഡിൽ പോകുമ്പോഴത്തേക്കും ഒന്ന് ക്ലിക്ക് ചെയ്താൽ അവിടെ ലേ ഔട്ട് ഡ്രോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഇത് ജസ്റ്റ് ഞാൻ സ്കെയിൽ ഒന്ന് മാറ്റുകയാണ്. അപ്പം ഇത് നോക്കുമ്പോൾ നമുക്ക് ഏത് ബീം എവിടെ വരുന്നു എന്നുള്ളത് അറിയാൻ പറ്റും. ഇവിടെ ഇപ്പൊ B1 B2 B3 എന്നുള്ളതാണ് ഈ ഒരു ബീമിന്റെ ക്രോസ് സെക്ഷൻ നമ്മൾ നോക്കേണ്ടത്. B1 B2 B3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നത്. B1 B2 B3. സിമിലർലി അങ്ങനെ നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം. ഇനി നമ്മൾ ഡീറ്റെയിലിംഗ് ചെയ്യുമ്പം ഡീറ്റെയിലിംഗിന് എത്ര ലെങ്ത്, എക്സ്ട്രാ ബാർ എത്ര കൊടുക്കണം, അങ്ങനത്തെ ഉള്ള ലെങ്ത്തുകൾ നോക്കാൻ വേണ്ടിയിട്ട് SP34 1987 ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം SP34 പേജ് നമ്പർ 108 നമുക്കൊരു ബീം എങ്ങനെയാണ് ഡീറ്റെയിൽ ചെയ്യേണ്ടതെന്നുള്ളത് തന്നിട്ടുണ്ട്. അതായത് ഇത് എഫക്റ്റീവ് സ്പാൻ ഇതാണ് L1 എന്നുള്ളത് ഈ കോളത്തിന്റെ സെന്റർ ടു ഈ കോളത്തിന്റെ സെന്റർ ആണെന്നുണ്ടെങ്കിൽ മെയിൻ ബാർ കണ്ടിന്യൂസ് വരും. ഇതാണ് മെയിൻ ബാർ പോകുന്നത്. ആ മെയിൻ ബാർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത എക്സ്ട്രാ ബാർ വരുന്നത് ഫസ്റ്റ് എക്സ്ട്രാ ബാറിന്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.25 ഈ എഫക്റ്റീവ് സ്പാൻ ആണ് L1. സെക്കൻഡ് ലെയർ ഇടുന്നുണ്ടെങ്കിൽ അതിൻ്റെത് 0.15 L1 ആണ്. അതേപോലെ ഇപ്പം കണ്ടിന്യൂസ് ബീംസ് ആണ്. ഇപ്പം നമ്മൾ എടുത്ത കേസ് കണ്ടിന്യൂസ് ബീം ആണ്. അതായത് ഒരു ബീം നെക്സ്റ്റ് കോളത്തിലോട്ട് കണക്ട് ചെയ്ത് അടുത്ത ബീം അതിലെ പോയി കോളം, സോ കണ്ടിന്യൂസ് ആണ്. അപ്പം ഇവിടെ വരുന്ന എക്സ്ട്രാ ബാറും കണ്ടിന്യൂസ് ആയിരിക്കും. അതിന്റെ ലെങ്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് എക്സ്ട്രാ ബാർ ആണെങ്കിൽ സെയിം 0.25 L1 ആയിരിക്കും. നെക്സ്റ്റ് അപ്പുറത്തെ സൈഡ് 0.25 L2, 0.15 L1 ആയിരിക്കും അതിന്റെ താഴത്ത് വരുന്ന. അങ്ങനെ ഇനി ബോട്ടം എക്സ്ട്രാ ബാറിന്റെ കേസ് ആണെങ്കിൽ നമ്മുടെ കോളത്തിന്റെ സെന്റർ ടു ബാറിന്റെ ഔട്ടർ അതുവരെ 0.1 L1 ആയിരിക്കും വരുന്നത്. സോ പിന്നെ എക്സ്ട്രാ ബാർ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പില് സപ്പോർട്ട്സിലും ബോട്ടമില് നമ്മുടെ മിഡ് സ്പാനിലും ആയിരിക്കും എക്സ്ട്രാ ബാർസ് വരുന്നത്. സോ ഇത് നമ്മൾ ഡീറ്റെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡയഗ്രാം വെച്ച് ഇത് നോക്കിയിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ചെയ്യുന്നത്. പിന്നെ ഈ ഡിസ്റ്റൻസ് വരുമ്പോഴത്തേക്കും എപ്പോഴും LD യെക്കാട്ടിലും കൂടുതലായി LD എങ്കിലും മിനിമം വേണം എന്നുള്ള ഒരു പോയിന്റും കൂടെ മനസ്സിലാക്കുക. ഇനി പിന്നെ നോക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിറപ്സിന്റെ ലെങ്ത്. ഇപ്പം ഈ കാണിച്ചിരിക്കുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിറപ്പിന്റെ ലെങ്ത് ആണ് ഈ കാണിച്ചിരിക്കുന്നത്.
ഈ 1053, അതായത് സപ്പോർട്ട് ചെയ്ത് നമ്മൾ എത്ര സ്റ്റിറപ്പ് ലെങ്ത് കൊടുക്കണം എന്നുള്ളത്. അതിന്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡെപ്ത് എത്രയാണോ ഇൻറ്റു 2 ആണ് ഫോർമുല. സോ 500 ഇൻറ്റു 2 1000 ആയിരിക്കണം. ഇവിടെ നമ്മൾ 1 മീറ്ററിലായിരിക്കണം ഈ ഒരു 8x60 എന്ന് പറഞ്ഞൊരു സ്പേസിങ് ഇടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നടുക്കുള്ള സ്പാനിൽ 8x80 വരും. അടുത്ത സപ്പോർട്ട് ടു മിഡ് സ്പാൻ വരെ 8x60 വരും. അങ്ങനെയാണ് നമ്മൾ ഇട്ട് പോകുന്നത്. ഇത് ഇത്രയാണ് ഡീറ്റെയിലിംഗിൽ വരുന്നത്. ഇനി ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. അതായത് നമ്മളിവിടെ ഇപ്പം ഈ ഒരു കുഞ്ഞ് ബീമെൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡ്രോ സെക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഡ്രോ സെക്ഷൻ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോകാഡിൽ പോയിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ബീം സെക്ഷന്റെ മാത്രം ഡീറ്റെയിൽ എടുക്കാൻ പറ്റും. ഇപ്പൊ ഞാനിതിപ്പം ഈ ഒരു 20 വെച്ചിട്ട് വരച്ചുകൊണ്ട് അങ്ങനെ വന്നു. ഇനി എനിക്ക് ആ ഒരു ഡീറ്റെയിൽ, ആ ഒരു ബീം മാത്രം 25 വിട്ട് വേണം. ഇത് സെലക്ട് ചെയ്യുക, ഡ്രോ സെക്ഷൻ കൊടുക്കുക, ഓട്ടോകാഡിൽ പോയി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ആ ഒരു ഇത് മാത്രം എനിക്ക് 25 ഇട്ടിട്ട് വന്നു. ടോപ്പ് 25, ബോട്ടം 30. ഞാൻ അങ്ങനെ ആക്കിയത് കൊണ്ട് അത് അങ്ങനെ വന്നത്. സോ അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ ഇതിനകത്തുണ്ട്. നമുക്ക് ജസ്റ്റ് ഇൻഡിവിജ്വൽ ആയിട്ട് നോക്കാം. പിന്നെ റീഇൻഫോഴ്സ്മെന്റ് ഡിസ്ട്രിബ്യൂഷൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് സെക്കൻഡ് ഒരു ഓപ്ഷനകത്ത് നമുക്ക് കാണാൻ പറ്റും. ടോപ്പ് ബാർ എത്രയാണ്? 320 വന്നത്. അതേപോലെ ബോട്ടം ബാർ എത്രയാണ്? 320 വന്നത്. നമ്മുടെ റീഇൻഫോഴ്സ്മെന്റ്സ്, സ്റ്റിറപ്സിന്റെ സ്പേസിങ്ങും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പൊ ഇത് നോക്കിയിട്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് എത്ര ബാർ വേണം എന്നുള്ളത് നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് ഇത്രയാണ് ബീംസിന് ഉള്ളത്. പിന്നെ ഉള്ളത് സ്റ്റീൽ, പിന്നെ BBS സ്കാനിങ് എങ്ങനെയാണെന്നുള്ളതാണ് ഒരു ഓപ്ഷൻ ഉള്ളത്. അത് എസ്റ്റിമേഷന്റെ ക്ലാസ് എടുക്കുമ്പോഴത്തേക്കും ബ്രീഫ് ചെയ്തത്. സോ ഇത്രേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം.